ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഉടുപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണത്തിനൊക്കെ പറ്റിയിട്ടുള്ളത്. ഞാനിവിടെ ഒരു കേരള സാരീൻ്റെ പല്ലുവിൻ്റെ പോർഷനാണ് എടുക്കുന്നത്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് താഴേക്ക് നെറ്റാണ് എടുക്കുന്നത്. കേരള സാരീൻ്റെ ബാക്കി ഭാഗം ഞാൻ ഓൾറെഡി എനിക്ക് വേണ്ടിയിട്ട് ഒരു കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി യോക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. ഷോൾഡർ 5 ഇഞ്ചാണ്. ആം ഹോൾ 4.5 ആണ്. കുഴിച്ച് വരയ്ക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ്. ഫ്രണ്ടിലെ നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ്. ബാക്കിൽ 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ നെക്ക് ഒരു വി ഷേപ്പായിട്ടാണ് കൊടുക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ വി അല്ലാണ്ട് ചെറുങ്ങനെ ഒരു കർവ് പോലെ കൊടുത്തിട്ടാണ് വി വരയ്ക്കുന്നത്. പിന്നെ ഷോൾഡർ ചെറുങ്ങനെ ഒന്ന് ഒരു 1/4 ഇഞ്ചിലേക്കോ 1/2 ഇഞ്ചിലേക്കോ ഒരു ഷേപ്പാക്കി വരയ്ക്കുന്നുണ്ട്. ചെസ്റ്റ് അളവ് 8 ഇഞ്ചാണ്, ഇൻക്ലൂഡിങ് സീം അലവൻസ് ആണ്. താഴെ വരുന്നത് ഷേപ്പ് വരുന്നത് 7.5 ആണ്. അതും സീം അലവൻസ് കൂട്ടിയിട്ടുള്ള അളവാണ്. അതേ അളവിലേക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ആ പീസ് ഒഴിവാക്കി മാറ്റിയതിന് ശേഷം ഒരു പീസ് ഒഴിവാക്കി മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതേ അളവ് തന്നെ നമുക്ക് ലൈനിങ്ങും വേണം. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് വേണം. ആ ലൈനിങ് വെച്ചിട്ട്, അതായത് നല്ല പീസ് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ, അതായത് കൈക്കുഴി മുതൽക്ക് അടുത്ത കൈക്കുഴി വരെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം ചെറിയ കട്ട് കൊടുത്തിട്ട് അതൊന്ന് മറിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ട് 11 ഇഞ്ചും വിഡ്ത്ത് വന്നിട്ട് 48 ഇഞ്ചുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 3 പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ ആക്കിയെടുക്കണം. അപ്പം നമുക്ക് ചെറിയ ചെറിയ പ്രില്ല് കിട്ടും. ഇതേ അളവ് തന്നെ ഞാൻ ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ബാക്കിലെ പീസൊന്ന് സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം അവിടെ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴുത്തിലൂടെ കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതുകൊണ്ടാണ് സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സിബും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. സിബ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, അതായത് നെക്ക് ചെയ്യാൻ വേണ്ടി നെക്കിലൊരു പ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കേരള സാരീൻ്റെ തന്നെ ബോർഡർ എടുത്തിട്ടുണ്ട്. ആ ബോർഡർ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. പ്രിൽസ് ഇട്ട് കൊടുത്തിട്ട് ആ ബോർഡറിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റിയിട്ട് വൈറ്റ് തുണി ഉണ്ടാവുമല്ലോ, ആ വൈറ്റ് തുണി മാറ്റിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആ വൈറ്റ് തുണിയാണ് നമ്മൾ അടിക്കുക. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് പ്രില്ലിട്ടിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആ വൈറ്റ് തുണിയിലാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു വി ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ ചെറിയൊരു ഒരു പ്രില്ല് പോലെ നമുക്ക് നെറ്റ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ആക്കാൻ കൂടി വേണം. ക്രോസ് പീസ് കൊടുക്കുക, കട്ട് ചെയ്യുക, മടക്കി അടിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വരുന്നത് പോലെ വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യണം. ഒരു സൈഡ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, സീം അലവൻസ് കുറച്ചിട്ട് എത്രയാണോ നമ്മുടെ ഷേപ്പിൻ്റെ അളവ് വെച്ച് ആ ഷേപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് ഒരു സൈഡും കൂടി ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടാപ്പ് വെച്ചിട്ട് ബാക്കി എത്രയാണെന്ന് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മാക്സിമം കൂടുതൽ പ്രില്ല് മറ്റേ നെറ്റിൻ്റെ തുണിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ 24 ഇഞ്ചാണ് കിട്ടുന്നത്. 24 ഇഞ്ച് വേണ്ട, കാരണം 1/2 ഇഞ്ച് ഞാൻ രണ്ട് സൈഡിൽ നിന്നും കുറയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് സീം അലവൻസ്. അപ്പോൾ അത്രയും നെറ്റിൻ്റെ പോർഷൻ താഴത്തേക്ക് വരണ്ടല്ലോ. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് കൊടുത്തിട്ട് 23 ഇഞ്ചിലേക്കാണ് ഞാൻ എല്ലാ 3 നെറ്റിൻ്റെ പീസും ലൈനിങ്ങും 23 ഇഞ്ചിലേക്കാണ് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് വയ്ക്കുക, അതിൻ്റെ മുകളിൽ ഒരു ലെയർ വയ്ക്കുക, പിന്നെ ഒരു ലെയർ വയ്ക്കുക, പിന്നെ ഒരു ലെയർ വയ്ക്കുക. അങ്ങനെ ഈ 4 പീസും കൂടി ഒന്നിച്ച് അടിക്കണമെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ ഓരോന്ന് അടിക്കണമെങ്കിൽ അടിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അടിക്കുക. ഇനി നമുക്കത് യോക്കിൻ്റെ മേലെ നല്ല ഭാഗത്തിൻ്റെ മുകളിൽ ഇതേ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് മുഴുവനായിട്ട് ബാക്കി ഭാഗം ഒന്ന് അടിച്ചെടുക്കണം. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ 11 ഇഞ്ചാണ് നെറ്റിൻ്റെ ലെങ്ത്ത് പറഞ്ഞത്. 10.5 ആണ് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുത്തത്. 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തത്. അതിൻ്റെ തേരുഭാഗം അടിയിലേക്ക് വരുന്നതിനെ കൊണ്ട് ഞാൻ അവിടെ മടക്കി അടിച്ചിട്ടില്ല. നിങ്ങൾക്ക് മടക്കി അടിക്കുന്ന ടൈപ്പിലുള്ള ലൈനിങ്ങാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 1 ഇഞ്ച് കൂട്ടി എടുക്കുക. 11 എടുക്കുമ്പോൾ 10.5 എടുക്കുക. 10.5 പ്ലസ് 1 ഇഞ്ച് 11.5 എടുക്കുക. ഇനി നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ ഒരു പൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ഞാൻ എന്താ പറയുക,
ഒരു 3 ഇഞ്ച് ലെങ്ത്തുള്ള അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് വലിച്ചെടുത്തിട്ട് മറിച്ച് നമുക്ക് അടിഭാഗം ഒന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു ഫ്ലവർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.